നമസ്കാരം കുട്ടികൾക്കും സുഹർ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലസ് ടുവിന്റെ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ് നിങ്ങൾ ബോർഡെ കാണുന്നത്. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ പബ്ലിക് എക്സാമിന് 7 മാർക്കുണ്ട്. ഈ 7 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ചാപ്റ്ററാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻസ് ആണ്. അവിടെ ഒന്നും ഏറ്റവും കുറഞ്ഞത് 6 മാർക്സ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററിനെ അറിഞ്ഞ് എത്ര മാർക്കുണ്ട്, ഏത് പ്രോബ്ലം ആണ്, ഇങ്ങനെ എല്ലാ ചാപ്റ്ററിനെയും നമ്മൾ അറിഞ്ഞു പഠിച്ചാൽ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റും. ഇതേപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസ്സുകളെ കണ്ടിട്ട് ഒന്ന് നോക്കുക. ഉറപ്പായിട്ട് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ തന്നേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് ടു ആണ് ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടതും ഏറ്റവും നന്നായിട്ട് മാർക്ക് വാങ്ങേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കോഴ്സാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസ്ട്രക്ട് എ 3/4 മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ എ ഐ ജെ ഇസ് ഈക്വൽ ടു 2i മൈനസ് ജെ. നിങ്ങളൊരു 3 റോയും 4 കോളം ഉള്ള മെട്രിക്സ് ഫോം ചെയ്യണം. കണ്ടോ, 3/4 എന്ന് പറഞ്ഞാൽ 3 റോ വേണം, 4 കോളം വേണം. അതിനുള്ളിലുള്ള മെമ്പേഴ്സുകൾ ഈ രീതിയിൽ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ തന്നെയാണോ ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചെന്ന് തോന്നും. കാരണം ചിലപ്പം ഇത് പഠിപ്പിച്ച കാരണം ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആയിരിക്കും പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ക്ലാസ്സുകളിൽ കൂടെ പഠിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഓരോ ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള സിമ്പിൾ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 3/4 മെട്രിക്സിനെ ഞാൻ ഫോം ചെയ്യാൻ പോവാണേ. 3/4 എന്ന് പറഞ്ഞാൽ 12 എലിമെന്റ്സ് ആണ്. 3 × 4 12 പേര് ഇതിനുള്ളിലുണ്ട്. അത് എങ്ങനെ എഴുതി നോക്കണം. 3 റോയെ വരാൻ പാടുള്ളൂ, 4 കോളം വേണം. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം A11. A11 എന്ന് പറഞ്ഞാൽ നമ്മൾ AIJ എന്നാണ് ഓരോ എലമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ആളെ വിളിക്കുന്ന പേര് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദിസ് ഈസ് A11, ദിസ് ഈസ് A12, ദിസ് ഈസ് A13 ആൻഡ് ദിസ് ഈസ് A14. 3/4 A14 അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഈ നമ്പർ കണ്ടോ 4. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വന്ന് ലാസ്റ്റ് നമ്പർ 4 ആകുമ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് നിർത്തണം. ഓക്കെ, അപ്പോൾ A11, A12, A13, A14. Next row is starting from A21, A22, A23, A24. ഇപ്പൊ നോക്കിക്കേ, 2 റോ ആയേ. നമുക്ക് വേണ്ട എത്ര റോയാ? 3 റോ. ദാറ്റ് ഈസ് A31, A32, A33, A34. ദാറ്റ്സ് ഓൾ. തീർന്നു. ഇപ്പൊ നോക്കിക്കേ വരെ 1, 2, 3 റോ. 1, 2, 3, 4 കോളം. കറക്റ്റ് ആയി. ആദ്യത്തേത് റോയാ മോനെ, രണ്ടാമത്തെ ആരാ? കോളം. ഇതാണ് നമ്മുടെ ജനറൽ മെട്രിക്സ് ഓഫ് ഓർഡർ 3/4. ഓക്കെ, ഇനി ഇതിനുള്ളിലുള്ള എലമെന്റ്സുകൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്ലൂ തന്നിട്ടുണ്ട്. ഇവരെ വെച്ചുകൊണ്ട് ഓരോരുത്തരെയും കണ്ടുപിടിച്ച് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നോക്കിക്കോണേ. ഫസ്റ്റ് എലമെന്റ് ആയ A11. A11 എന്ന് പറയുമ്പോൾ ഐയുടെ കണ്ടോ, ഐ ആണ് ഫസ്റ്റ്, ജെ ആണ് സെക്കൻഡ്. അപ്പൊ ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ എത്രയാണ്? 1. അപ്പൊ ഈ ഐയുടെ പ്ലേസിൽ 1 കൊടുക്കുക, ജെയുടെ പ്ലേസിൽ 1 കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ 2i മൈനസ് ജെ എന്ന് പറയുമ്പോൾ 2 × 1 - 1, ദാറ്റ് ഈസ് 2 - 1 1. ഓക്കെ, അടുത്തത് A12. A12 ആവുമ്പോൾ ഐയുടെ പ്ലേസിൽ 1 ആണ്, ജെയുടെ പ്ലേസിൽ 2. അപ്പൊ എങ്ങനെ വരും? 2i മൈനസ് ജെ എന്ന് പറയുമ്പോൾ 2 × 1 - 2, ആൻസർ ഈസ് 2 - 2. എത്ര കിട്ടി? 0. നെക്സ്റ്റ് A13. A13 എന്ന് പറയുമ്പോൾ 2 × 1 - 3 ഉണ്ടോ? 2i മൈനസ് ജെ. അപ്പൊ ഐക്ക് 1, ജെക്ക് 3. അപ്പൊ ഐക്ക് 1 കൊടുക്കുമ്പോൾ 2 × 1, ജെക്ക് 3 കൊടുക്കുമ്പോൾ -3, ദാറ്റ് ഈസ് 2 - 3, ആൻസർ ഈസ് ആരാ? -1. അപ്പൊ അടുത്ത എത്ര ആയിരിക്കും അറിയാമോ? -2 ആയിരിക്കും കേട്ടോ. ഇവന്റെ പോക്ക് കണ്ടോ, 1 വെച്ച് കുറഞ്ഞോണ്ടിരിക്കുകയല്ലയോ, അങ്ങനെ പോവുള്ളൂ. അപ്പം 1ൽ നിന്ന് 1 പറഞ്ഞപ്പോൾ 0, 0ൽ നിന്ന് 1 പറഞ്ഞപ്പോൾ -1, -1ൽ നിന്ന് പിന്നെ 1 പറഞ്ഞാൽ -2. അതെങ്ങനെ നോക്കിക്കോ. A14. A14 എന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കിക്കോണേ. ഐയുടെ പ്ലേസിൽ 1, ജെയുടെ പ്ലേസിൽ 4. അപ്പൊ 2 × 1 - 4, ആൻസർ ഈസ് 2 - 4 ഈസ് ഈക്വൽ ടു -2. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ? അപ്പൊ അത് കിട്ടി. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി മോനെ. സെക്കൻഡ് റോ സ്റ്റാർട്ടിങ് ഫ്രം A21. A21 എന്ന് പറയുമ്പോൾ ഐയുടെ പ്ലേസിൽ 2 ഉണ്ടല്ലോ, ജെയുടെ പ്ലേസിൽ 1. അപ്പൊ 2 × i എന്ന് പറയുമ്പോൾ 2 × 2 - 1, ആൻസർ ഈസ് 4 - 1. എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, A21. ഇതിന് നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും. നോക്കിക്കോണേ, അടുത്തൂടെ കാണിച്ചു തരാം. A22. A22 എന്ന് പറയുമ്പോൾ ഐക്കും 2, ജെയ്ക്കും 2 ഉണ്ടോ. ഇത് ഐ, ഇത് ജെ. അപ്പൊ ഐക്ക് 2 കൊടുക്കുമ്പോൾ 2 × 2 - 2, ആൻസർ ഈസ് 4 - 2. എത്ര കിട്ടി മോനെ? 2.
എന്ന് പറഞ്ഞാൽ 1 പറഞ്ഞില്ലയോ, അടുത്ത 1 പറയുമ്പോൾ 1 ആവും, ഒന്നുകൂടെ പറയുമ്പോൾ എത്ര ആവും? 0 ആവും. ഓക്കെ, അടുത്തത് നമുക്കപ്പോ അത്രയായി. ഇനി ഇവിടെ നിന്നാണ് A31 എങ്ങനെ നോക്കിക്കേ, ഐയുടെ പ്ലേസിൽ 3, ജെയുടെ പ്ലേസിൽ 1. അപ്പൊ ഐയുടെ പ്ലേസിൽ 3 വരുമ്പോ 2 into I എന്ന് പറയുമ്പോ എത്ര മോനെ? ഈ ഐക്ക് 3 ആണ് കണ്ടോ, ജെയ്ക്ക് 1. അപ്പൊ 2 into 3 minus 1, ആൻസർ 6 minus 1 എത്ര കിട്ടി? 5 കിട്ടി. കണ്ടോ, 1, 3, 5 അങ്ങനെയായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തത് എത്രയായിരിക്കും മോനെ? 4 ആയിരിക്കും, അടുത്തത് 3 ആയിരിക്കും, അടുത്തത് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ആൻസർ കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഇതേപോലെ ഇങ്ങനെ ഇക്വേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, മാറുന്നതിനനുസരിച്ച് നമ്മൾ ഇക്വേഷനോട് വാല്യൂസ് കൊടുത്ത് ചെയ്യുന്നതിൽ മാറ്റം, അത്രേ ഉള്ളൂ. ഇതേപോലെ വേറെ കുറെ ആൻസർ കിട്ടും ഇക്വേഷൻ മാറുമ്പോൾ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാമിൽ ഉണ്ടാവും. ഇതേപോലെ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസുകളെ ആദ്യം ഇങ്ങനെ കൈക്കലാക്കണം, പഠിച്ചെടുക്കണം. എന്നിട്ട് വേണം സെക്കൻഡറി ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻസുകൾ. ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടാൻ ഈസി ആവും. നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ടെൻഷൻ ഇല്ല, ഫുൾ മാർക്ക് എളുപ്പത്തിൽ നേടാൻ പറ്റും. ഓക്കെ, ഇഷ്ടമായിരുന്നെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. നന്നായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഫുൾ ക്ലാസ്സും ഫുൾ കാര്യങ്ങളെല്ലാം കിട്ടാൻ നമുക്ക് ജോയിൻ ചെയ്താൽ മതി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗുഡ് ബൈ.